ഞങ്ങൾ ശ്രീനഗർ എയർപോർട്ടിൽ എത്തുമ്പോഴാണ് ഇതിൻ്റെ ഈ കൗണ്ട് കൂടി അതിൻ്റെ ഒരു സീരിയസ്നെസ് വഷളാവുന്നത്. ആദ്യം ഓഫീസിൽ നിന്ന് വിളി വന്നത് സേഫ് ആണോ എന്നറിയാനാണ്. ഞാൻ തലേന്നൊരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നു പെഹൽഗാമിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. യുദ്ധം ഒരുപാട് ഇക്കോണമിയെ തകർക്കും. ദാറ്റ് ഇസ് എ ഫാക്ട്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഒലിച്ച ഒരു കാര്യം സിറിയൻ വാറും. പെട്ടെന്ന് ബോർഡർ അടച്ചു. ഹംഗറിയുടെ ബോർഡറിൽ ഇങ്ങനെ ആൾക്കാർ വന്ന് കെട്ടിക്കിടന്നിട്ട് കുഞ്ഞുങ്ങളടക്കം ആ തണുപ്പത്ത്, നമ്മൾക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന തണുപ്പല്ലല്ലോ അവിടെയൊക്കെ. ആ തണുപ്പത്ത് കുട്ടികളടക്കം വന്ന് ഇങ്ങനെ ബോർഡറിൽ കാത്തു കിടക്കുന്നതൊക്കെ ഭയങ്കര ശരിക്കും പറഞ്ഞാൽ സർവൈവ് ചെയ്യുന്നതിനേക്കാൾ ഭേദം, ഇങ്ങനെയൊക്കെ സർവൈവ് ചെയ്യുന്നതിനേക്കാൾ ഭേദം കൊല്ലപ്പെടുന്നതാണെന്ന് നമുക്ക് തോന്നും അങ്ങനെ കണ്ടു കഴിഞ്ഞു. ഫാൻസ് അസോസിയേഷൻ തുടങ്ങിയതൊക്കെ കണ്ടായിരുന്നു, ഫേസ്ബുക്ക് പേജ് കണ്ടിരുന്നു. പക്ഷെ എനിക്ക് ആരാന്നൊന്നും അറിയില്ല. ഇപ്പൊ DSNG ഒന്നും വേണ്ടല്ലോ, ഒരു മൊബൈൽ മതിയല്ലോ വിഷ്വൽസ് കിട്ടാൻ. അന്നൊക്കെ KSRTC ബസ്സിലായിരുന്നു പണ്ട് വരുന്നത് വിഷ്വൽസ്, ദൂരദർശനിലൊക്കെ. ദൂരദർശനിലത് ഏഷ്യനെറ്റ് തുടങ്ങിയ കാലത്തും അങ്ങനെയായിരുന്നു. ഹായ്, ഹലോ, വെൽക്കം ടു ഇൻഫിനിറ്റ് പ്ലസ് ടോക്ക് ബാക്ക്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് മലയാളികൾക്ക് മുന്നിൽ ലോകത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ട 25 വർഷത്തിലേറെ കാലമായി നമുക്ക് മുന്നിൽ വാർത്തയിലൂടെ എത്തുന്ന യുവ മാധ്യമപ്രവർത്തക ശ്രീ അളകനന്ദയാണ്. സ്വാഗതം ചേച്ചി. യുവ എന്ന് പറയരുത്. അങ്ങനെ തന്നെ പറഞ്ഞ അങ്ങനെ പറഞ്ഞതാ, അതങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങനെ തന്നെ പറഞ്ഞതാ. എങ്ങനെ ഇൻട്രോ കൊടുക്കണം എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ഒരു ബോർഡർ നിശ്ചയിക്കാൻ പറ്റുന്നില്ല. ഇവിടുന്ന് ലോകം ബോർഡർ നിശ്ചയിക്കാമെന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് സ്പേസിൽ പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് AI, ടെക്നോളജി, ദെൻ ലോക്കൽ പൊളിറ്റിക്സ്, എല്ലാ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ എവിടെയാണ് ഒരു ബോർഡർ നിശ്ചയിക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിന്നിട്ടാണ് സത്യത്തിൽ ഇതിൻ്റെ പ്രിപ്പറേഷൻ തന്നെ ആരംഭിച്ചത്. കശ്മീരിലായിരുന്നു നമ്മൾ ചേച്ചി കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത്. എനിക്ക് തോന്നുന്നു പഹൽഗാമിൽ മലയാളി മാധ്യമ പ്രവർത്തകർ, പഹൽഗാം അല്ലെങ്കിൽ അനുബന്ധ പ്രദേശത്ത് മലയാളി മാധ്യമ പ്രവർത്തകരായിട്ടുള്ളവരിൽ ചേച്ചി മാത്രമാണ് ആ സമയത്തുണ്ടായിരുന്നത് തോന്നുന്നു. എങ്ങനെയുണ്ടായിരുന്നു അപ്പോഴുള്ള ഒരു സാഹചര്യം? അല്ല, പെഹൽഗാമിൽ ആ സമയത്ത് ഞാനിവിടെ ഇല്ല. കശ്മീർ നടക്കുമ്പോൾ കശ്മീരിലുണ്ടായിരുന്നു, ശ്രീനഗറിലുണ്ടായിരുന്നു. ഞങ്ങൾ ശ്രീനഗർ എയർപോർട്ടിൽ എത്തുമ്പോഴാണ് ഇതിൻ്റെ ഈ കൗണ്ട് കൂടി അതിൻ്റെ ഒരു സീരിയസ്നെസ് വഷളാവുന്നത് തിരിച്ചു വരാൻ വേണ്ടി. പെഹൽഗാം ഞാൻ കണ്ട കശ്മീർ വളരെ സമാധാനപരമായിരുന്നു. അതിന് ഒരു അണ്ടർകറൻസും ഉള്ളതായിട്ട് തോന്നിയില്ല. നമ്മൾ ഇപ്പം അത്രയും ദിവസം അത്രയും ഇടപഴകുന്നില്ല അവിടുത്തെ ആൾക്കാരുമായിട്ട്. പക്ഷെ എന്നാലും പൊതുവെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആൾക്കാരും പെരുമാറ്റവും എല്ലാം നല്ലതായിരുന്നു. ഞാൻ ഈ കുതിരക്കാരൻ ആദിൽ എന്ന് പറഞ്ഞൊരു പയ്യൻ മരിക്കുകയൊക്കെ ചെയ്തില്ലേ, അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിക്കുകയായിരുന്നു, ഞങ്ങൾ സോൺമാർഗിൽ പോയപ്പോൾ എൻ്റെ കുതിര ഇങ്ങനെ തുള്ളിച്ചാടി ഓടി, എൻ്റെ കുതിര കൈവിട്ട് ഓടി. അപ്പോൾ ഞാൻ കൂയി വിളിച്ചു, ഭയ്യ ഇസ്കോ റോക്കോ എന്ന് പറഞ്ഞു. കൂയി വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഭയ്യ ഹേന ഡരോമത്ത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു അപ്പം കാണുന്ന ഒരാളല്ലേ, അപ്പം അത്രയും വാംത്തുള്ളൊരു മനുഷ്യരാണ് അവിടെ. പിന്നെ അവർക്ക് ടൂറിസം എന്ന് പറയുന്നത് ഒരു ലൈഫ് ലൈനാണ്, ഇപ്പോൾ വലിയൊരു ലൈഫ് ലൈനായിരുന്നു. അത് നഷ്ടപ്പെട്ടതിൻ്റെ പ്രതിഷേധമാണ് ശരിക്കും പറഞ്ഞാൽ. ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്നാണ് ഞാനും വിചാരിക്കുന്നത് കാശ്മീരിൽ, ഒരുപാട് പേര് പറഞ്ഞറിഞ്ഞതിൽ നിന്ന്. ഇപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇനി കശ്മീർ പഴയ ഒരു കശ്മീർ ആവുമോ എന്നുള്ളതാണ്. ഈ പെഹൽഗാം സ്ഥലത്തും ഞങ്ങൾ പോയതാണ്. പെഹൽഗാമിൽ ഈ 3 താഴ്വരകൾ അടുപ്പിച്ചടുപ്പിച്ചാണ്. അതിൽ 2 താഴ് ഞങ്ങൾ നിന്നതിൻ്റെ ഒരു വേലിക്കപ്പുറത്താണ് ഈ ബൈസാരനിലേക്ക് കുതിരകൾ പോകുന്നതൊക്കെ. അപ്പോൾ പ്രതീക്ഷിച്ചില്ല തീരെ, ഭയങ്കര ഷോക്കായിപ്പോയി ശരിക്കും പറഞ്ഞാൽ. ആ ഒരു ലാൻഡ്സ്കേപ്പും ആ ഒരു സാഹചര്യങ്ങളും മാറുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു. പക്ഷേ അവിടുത്തെ മനുഷ്യർ ആകെയും ഇതിനെതിരെ പ്രതികരിച്ചു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ചപ്പോൾ നമ്മൾ കല്ലെറിയൊക്കെ വളരെ വ്യാപകമായിരുന്ന ഒരു കശ്മീരിൻ്റെ അവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ഒരു തീവ്രവാദ ആക്രമണം ഉണ്ടായാൽ അവിടുത്തെ ലോക്കൽസ് വളരെ ശക്തിയായിട്ട് പ്രതികരിക്കുന്നൊരവസ്ഥ. തീവ്രവാദികളുടെ തോക്കിന് മുന്നിൽ പോലും തൻ്റെ ജീവനവും ജീവിതവും മാറ്റിവെച്ചുകൊണ്ട് അവർക്കിടയിലേക്ക് ചാടി വീഴുന്ന അവിടുത്തെ ഒരു പ്രാദേശിക രാഷ്ട്രീയം, അത് ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ആ ഒരു കശ്മീരിനെ എങ്ങനെ കാണാം? അത് ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. നമ്മൾ വായിച്ചറിഞ്ഞ കശ്മീരോ നമ്മൾ കേട്ടറിഞ്ഞ കശ്മീരിലെ സാഹചര്യമോ അല്ല ശരിക്കും പറഞ്ഞാൽ. അത് സർപ്രൈസിങ് ആയിരുന്നു, അതേസമയം ഭയങ്കര വെൽക്കമിങ് ആയിട്ട് തോന്നി. അങ്ങനെ ഒരു പ്രതിഷേധം അതിൻ്റെ മണ്ണിൽ തന്നെ ഉയരുക എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവരുടെ സാഹചര്യങ്ങൾ എത്രത്തോളം മാറിപ്പോയി എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണത്. അത് സാഹചര്യങ്ങൾ മാറി, അതിനെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നു, ഒരു ജീവിത നിലവാരം മെച്ചപ്പെട്ടു, ടൂറിസം എത്രമാത്രം അവർക്ക് ഗുണം ചെയ്യുന്നു എന്ന് അവർക്ക് മനസ്സിലായി.
അപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യാൻ, നമ്മളുടെ ഒരു ഭാഗമാകാൻ തയ്യാറാകുന്നു എന്നുള്ള ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. മുമ്പൊക്കെ അവിടെ പോയവർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുറച്ച് ഇടപഴകി കഴിയുമ്പോൾ ചെറിയൊരു നമുക്ക് മനസ്സിലാവും, നമുക്ക് അവരുടെ ആ അണ്ടർകറന്റ്, അവർക്കൊരു ചെറിയൊരു എന്താണ് സിമ്പതി കുറവ് ഉണ്ട് എന്ന്. പക്ഷേ ഈ ഒരു പ്രതിഷേധം അത് ആദ്യമായിട്ടാണ്, ശരിക്കും പറഞ്ഞാൽ കശ്മീരിൻ്റെ മണ്ണിൽ ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ മുമ്പ് അങ്ങനെ കേട്ടിട്ടില്ല. അത് ഭയങ്കര ഒരു പോസിറ്റീവ് നോട്ടാണ് ശരിക്കും പറഞ്ഞാൽ, ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. ലാൽ ചൗക്കിലേക്കൊക്കെ മുമ്പ് ത്രിവർണ്ണ പതാക ഉയർത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ മാറി വരുന്നു എന്ന് പറഞ്ഞു. ലാൽ ചൗക്കിലും ഉണ്ടായിരുന്നു ഇത്തവണ പ്രതിഷേധം. അതൊക്കെയാണ് ശരിക്കും പോസിറ്റീവ് നോട്ടാണ്. അവിടെ എത്ര ദിവസം ഉണ്ടായിരുന്നു മാം? 5 ദിവസം. ഈ ആക്രമണത്തിന് ശേഷം അവിടുത്തെ അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരുന്നു? ഇല്ല, ശേഷം അവിടെ ഉണ്ടായിരുന്നില്ല. ശേഷം അവിടെ അതായത് ഞങ്ങൾ എയർപോർട്ടിൽ എത്തുമ്പോഴാണ്, ഞങ്ങൾ എയർപോർട്ടിലേക്ക് വരുന്ന വഴിയാണ് ഇങ്ങനെ ഒരു അറ്റാക്ക് നടന്നു. അറ്റാക്ക് എന്നല്ല അതെന്നേരം അറിയുന്നത്, ചെറിയൊരു വെടിവെപ്പെന്നാണ് ആദ്യം വാർത്ത വന്നത്. അപ്പോൾ ഒരാൾക്ക് എന്തോ പരിക്കേറ്റു, അങ്ങനെ മാത്രം. അപ്പോൾ അതെന്തോ ഒരു എവിടെയാണെന്നും കൃത്യമായിട്ട് വന്നില്ല. പക്ഷെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തുമ്പോഴത്തേക്ക് കാര്യം വഷളായി. ആക്ച്വലി അവിടെ നിന്ന് തിരിച്ചു വരികയായിരുന്നു. തിരിച്ചു വരുന്ന സമയത്താണ്, അങ്ങോട്ട് പോകുന്ന സമയത്താണ്? അല്ല, ഞങ്ങൾ തലേ ദിവസമാണ് അവിടെ പോയത്, പഹൽഗാമിൽ. അപ്പം അങ്ങനെ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, ഇങ്ങനെയൊരു വിഷയം നടന്നു. അതിനുശേഷം റിപ്പോർട്ടിങ് അനുവദിക്കുന്ന സമയത്ത് അവിടെ വച്ചൊരു അവതരിപ്പിക്കാനുള്ള ഉണ്ടായില്ല. കാര്യം ഞങ്ങൾ അപ്പോഴത്തേക്ക് മിലിറ്ററി ചെക്കാണ് ശ്രീനഗർ എയർപോർട്ടിൽ. അതൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല. അല്ലാതെ അവിടെ ഹോൾഡ് ചെയ്യാനൊന്നും ഒരു നിർദ്ദേശം അങ്ങനെ ഇല്ല, ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ആദ്യം ഓഫീസിൽ നിന്ന് വിളി വന്നത് സേഫ് ആണോ എന്നറിയാനാണ്. ഞാൻ തലേന്നൊരു വീഡിയോ കേട്ടിരുന്നു പഹൽഗാമിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് കണ്ട് എല്ലാവരും പേടിച്ചു. ഞാൻ പറയാത്തവരും അറിഞ്ഞത് അങ്ങനെയാണ്. പക്ഷെ അപ്പോഴത്തേക്ക് ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് 2 ലെവൽ ചെക്കിംഗ് ആണ് ശ്രീനഗറിൽ. ഇതെല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിനടുത്തെത്തി. അപ്പോൾ പിന്നെ അവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അതിന് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ വീണ്ടും ആൾക്കാരെ എത്തിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് റിപ്പോർട്ടിംഗ് ഒക്കെ അനുവദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് മറ്റാൾക്കാർ അവിടെ എത്തിക്കാണല്ലോ. അത് ഡൽഹിയിൽ നിന്നുള്ള നോർമലി അങ്ങനെയാണ്. ഡൽഹിയിൽ നിന്ന് അവിടെ അടുത്തുള്ളവരാരാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് അടുത്ത് റീച്ച് ചെയ്യാൻ പറ്റുന്ന. പിന്നീട് ഒരു നോർമൽ സിറ്റുവേഷനിലേക്ക് വീണ്ടും കശ്മീർ വന്ന് തുടങ്ങിയതായിരുന്നു. കാരണം ഇന്തോനേഷ്യൻസ് ഉൾപ്പെടെ അവിടെ വന്നിട്ട് ഞങ്ങൾ സുരക്ഷിതരാണെന്നൊരു സന്ദേശം വരുന്നു. പിന്നീട് അവരെല്ലാവരും മീൻസ് ടൂറിസ്റ്റിനെല്ലാം മാറ്റിയിട്ട് വീണ്ടും സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്യുന്നൊരു അവസ്ഥയാണ്. ഇപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എങ്ങനെയാണ് ഇന്ത്യ റിയാക്ട് ചെയ്യുക? ഇപ്പം ഇന്നലത്തെ ഒരു മീറ്റിംഗ് കൂടെ കഴിഞ്ഞപ്പോൾ മാക്സിമം പാകിസ്ഥാനെ ഇങ്ങനെ ശ്വാസം മുട്ടിക്കുക എന്നുള്ളതാണെന്ന് തോന്നുന്നു. വെള്ളം നിർത്തിവെക്കുക, സാമ്പത്തിക ഉപരോധം, മറ്റേ വ്യോമഗതാഗതം അടക്കുക, അങ്ങനെയൊക്കെയുള്ളതല്ലേ നമ്മൾ അതാണ്. അതുവഴി അത് മാത്രമാണോ ഇനി ഒരു അറ്റാക്ക് വരുന്നുണ്ടോ അറിയില്ലല്ലോ. സൈന്യത്തിന് പൂർണ്ണ ഇത് കൊടുത്തിരിക്കുകയല്ലേ. യുദ്ധ സാഹചര്യം, യുദ്ധം എന്ന് പറയുന്നത് ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാവാനായിരിക്കും സാധ്യത. പറയാനറിയില്ല, ഞാൻ പറയേണ്ട കാര്യമല്ലാതെ. സാധ്യതയുടെ പലരും പറയുന്നത് സർജിക്കൽ സ്ട്രൈക്കിൽ നിൽക്കില്ല എന്നുവെച്ചാൽ അതുകൊണ്ട് അത് പോരാ എന്നാണ്. ഒരു വാർ മോങ്കറിങ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ. എല്ലാവരും യുദ്ധം ആവശ്യപ്പെട്ടു, യുദ്ധം വേണം. പക്ഷെ ഈ പറയുന്ന പോലെ യുദ്ധം വന്നു കഴിഞ്ഞാൽ അത് 2 സൈഡിനെയും ബാധിക്കും. എത്രത്തോളം അത് പോവും ഇപ്പോഴത്തെ ന്യൂക്ലിയർ ഇതിൻ്റെ കാലത്ത്, അത് എവിടെ വരെ എത്തും എന്നൊക്കെയുള്ളത് ആലോചിച്ച് വേണം. അതുകൊണ്ടായിരിക്കും സർക്കാരും ചിലപ്പോൾ ദേ ആർ സ്റ്റോളിങ് ആൻഡ് ദേ ആർ തിങ്കിങ് ആയിരിക്കും. അതുമല്ല, നമ്മുടെ ഒരു സാമ്പത്തിക അടിത്തറയ്ക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ല ഇപ്പോഴും. പെട്ടെന്നുള്ളൊരു അത് ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അമേരിക്കയും ഇസ്രയേലും പോലുള്ള രാജ്യങ്ങൾ പോലും ആടി ഒലഞ്ഞപ്പോൾ അല്ല, നമ്മൾ ഒരു ആയുധം നിർമ്മിക്കുന്ന ഒരു രാജ്യമായിരുന്നുവെങ്കിൽ അതുവഴി നമുക്കൊരു എക്കണോമി സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. US ഒക്കെ ചെയ്യുന്നത് പോലെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളിപ്പോഴും വാങ്ങുന്ന രാജ്യമാണ്. ചെറിയ രീതിയിലുള്ള നമ്മളുടെ മേക്ക് ഇൻ ഇന്ത്യ പോലത്തെ പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിൽ തന്നെ സ്റ്റിൽ ഇപ്പോഴും നമ്മൾ വാങ്ങുന്ന ഒരു കസ്റ്റമർ രാജ്യമാണ്. അങ്ങനെ ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ഒരുപാട് ഇക്കോണമിയെ തകർക്കും. ദാറ്റ് ഈസ് എ ഫാക്ട്. അപ്പം അങ്ങനൊരു ഇതിൽ നമുക്ക് ശുഭപ്രതീക്ഷകൾ, മറ്റു തരത്തിലുള്ളൊരു ബെഫിറ്റിംഗ് ആയിട്ടുള്ള റിപ്ലൈ കൊടുത്തുകൊണ്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരും. ഫിറ്റിംഗ് ആയിട്ടുള്ള ഒരു റിപ്ലൈ വേണം. അല്ലാതെ വെറുതെ ഇരുന്നാലും അത് ഒരു പാകിസ്ഥാനിൽ പിന്നെ ഒരു പ്രശ്നമുള്ളത്, അവിടെ നമ്മളറിഞ്ഞിടത്തോളം അവിടെ സർക്കാരുകളല്ല ഭരിക്കുന്നത്, സൈന്യവും ഒക്കെയാണ്, സൈന്യവും രഹസ്യാന്വേഷണ ഏജൻസികളും ഒക്കെ. അപ്പോൾ അവർക്ക് ബിഫിറ്റിംഗ് ആയിട്ടൊരു റിപ്ലൈ ഇല്ലെങ്കിൽ ശരിയാവില്ല.
പക്ഷെ അത് എവിടെ വരെ പോകാം, എത്രത്തോളം ഡെപ്തിൽ പോകാം, എത്രത്തോളം വ്യാപകമാകാം എന്നൊക്കെയുള്ളത്. അല്ല, അത് മാത്രമല്ല, പാകിസ്ഥാനെ സംബന്ധിച്ചിപ്പം ബലൂചിസ്ഥാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വളരെ ശക്തമായ പ്രതിഷേധം നടക്കുന്നൊരു സമയമാണ്. ദെൻ പല മേഖലകളിലും സാമ്പത്തിക തകർച്ചയുണ്ട്. ആർമിയുടെ തന്നെ ഇപ്പം ഭരണം തന്നെ ആർമിയുടെ മുഴുവൻ കീഴിലാണ്. എക്കോണമി തകർന്നിരിക്കുകയാണ്. അപ്പം സ്വാഭാവികമായും അതിൽ നിന്നുള്ള രക്ഷയായിട്ടായിരിക്കും അവർ വീണ്ടും ഇങ്ങനൊരു അങ്ങനെ പറയുന്നുണ്ട്. അതായത് അവര് ഒരു എന്താ പറയുന്നത്, ഇഗ്നോർ ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു അവസ്ഥ വന്നു പാകിസ്ഥാന് എന്നുള്ള ഒരു അങ്ങനൊരു കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ടാണ് അവർ ഞങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി പെട്ടെന്നൊരു അറ്റാക്ക് നടത്തിയത്. നാച്ചുറലി അവിടുത്തെ ഭരണാധികാരികളും കൂടി അറിഞ്ഞിട്ട് തന്നെയായിരിക്കും ഇത് നടന്നത്, അല്ലാതെ അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് വെറുതെ ആയിരിക്കും. അവരെപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. അത് ശരിയാണ്. പാകിസ്ഥാന് അവർ ഇഗ്നോർ ചെയ്യപ്പെടുന്നു, അവർക്ക് വേൾഡ് സ്റ്റേജിലൊരു സ്ഥാനം കിട്ടുന്നില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് യുദ്ധങ്ങളിലാണല്ലോ എല്ലാവരുടെയും കോൺസെൻട്രേഷൻ. ഒന്ന് പലസ്തീൻ, ഇസ്രയേൽ, ഒന്ന് യുക്രൈൻ. അപ്പം ഈ ലോകക്രമം തന്നെ മാറുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വേൾഡ് പവർ ബാലൻസ് തന്നെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. മൾട്ടിപോളാർ വേൾഡിലേക്ക് പോവാണ്. ആന്റി അമേരിക്കൻ എന്നുള്ളൊരു ഇത് വന്നു, പിന്നെ അത് മാറി ഇപ്പം യൂറോപ്പ് വേറൊരു ഘട്ടമാവുന്നു, അമേരിക്ക വേറൊരു പക്ഷത്താവുന്നു, റഷ്യ അതിനിടയ്ക്ക് വേറെ ചില സഖ്യങ്ങൾ രൂപപ്പെടുത്തുന്നു, റഷ്യയും ചൈനയുമായിട്ട് കരാറുണ്ടാവുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചെടുക്കേണ്ടത് അവരുടെയും കൂടി ഒരു ആവശ്യമാണ്. ഇത് എവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നതെന്ന് അറിയാനുള്ള ഒരു അതുഭാവം. ഇപ്പൊ ചൈന അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷേ ചൈന നേരത്തെ BRI പോളിസിയിലൂടെ, ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവിലൂടെ ഒക്കെ കടന്നു വരാൻ ശ്രമിച്ചു. ഇപ്പോഴത്തെ ഒരു റെസിപ്രോക്കൽ താരിഫിൻ്റെ ഒരു അവസ്ഥയിൽ ഇപ്പം ഏത് സ്റ്റാൻഡായിരിക്കും പിന്നീട് തിരിച്ച് വരുന്നത്? ചൈനയുടെ ചൈന US ഒരു ടഗ് ഓഫ് വാർ നടക്കുന്നു, ലോകം പല ചേരികളിലേക്ക് മാറുന്നു. അപ്പം അങ്ങനൊരു സാഹചര്യത്തിൽ ഈ മൾട്ടിപോളറിൽ നിന്നൊരു ബൈപോളർ വേർഡിലേക്ക് അതിനകത്തൊരു ചെറിയൊരു നമുക്കങ്ങനെ ഡിസിസീവായിട്ട് പറയാൻ പറ്റാത്തൊരു കാര്യം, ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ ഉറച്ചു നിൽക്കുന്ന ഒരാളല്ല. കൺസിസ്റ്റൻസി ഇല്ല. ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ 1-2 പ്രോഡക്ട്സിന് ടാരിഫ് കുറയ്ക്കാം എന്ന് പറഞ്ഞല്ലോ. അപ്പം ഹിസ് ട്രൈയിങ്, എക്സ്പെരിമെന്റിങ് ആണ്. എവിടെ വരെ പോകാൻ പറ്റും എന്നുള്ളത് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എക്സ്പെരിമെന്റിങ് ആണ്. അപ്പോൾ ടാരിഫുകൾ ആദ്യം അങ്ങ് കടുപ്പിച്ചേർപ്പെടുത്തുക, പിന്നെ അതിൽ നിന്ന് കുറേശ്ശെ പിൻവലിയുക. വലിയ എതിർപ്പ് വരുന്നു, അമേരിക്കൻ ഇക്കോണമിയെ തന്നെ ബാധിക്കും എന്നൊരു സ്ഥിതി വന്നപ്പോഴാണ് പതുക്കെ കുറേശ്ശെ പിന്മാറ്റം തുടങ്ങിയത്. പക്ഷെ അത് ഈ പറയുന്നത് പോലെ ഇൻകൺസിസ്റ്റൻസി ഉള്ളത് കൊണ്ട് അത് ഏത് തരത്തിൽ അവസാനം അത് ഇവോൾവ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആദ്യം ട്രംപ് ഈ സെക്കൻഡ് ടൈം വരുന്ന സമയത്ത് ചൈന ഒരുപാട് പിന്നോട്ട് മാറിയിരുന്നു. ചൈന പിന്നോട്ട് മാറി, നമ്മുടെ അതിർത്തിയിൽ തന്നെ ഇൻകേർഷൻസ് കുറഞ്ഞു, കടന്നുകയറ്റം കുറഞ്ഞു, ചൈനയുടെ കുറഞ്ഞു എന്നല്ല, ഇല്ലാതായി, 0 ആയി. നമ്മളോട് സഹകരണം ആവശ്യപ്പെട്ടു. നമുക്ക് സഹകരിച്ച് പ്രവർത്തിക്കാൻ, മുന്നോട്ട് പോകാം എന്നൊക്കെ വിശ്വസിക്കാൻ പറ്റില്ല, അത് വേറൊരു കാര്യം. പക്ഷെ അന്നേരം അവരുടെ നിലപാട് മാറ്റി. ഇപ്പൊ പക്ഷേ പിന്നെയും അവർ ഇന്ത്യയെ കളഞ്ഞിട്ട് പിന്നെയും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം ട്രംപ് കുറച്ചൊന്ന് അയയുന്നു എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവണം. അപ്പൊ ആ ഒരു ഇൻകൺസിസ്റ്റൻസി ഉള്ളത് കൊണ്ട് ഇത് ഏത് തരത്തിൽ ഇവോൾവ് ചെയ്യുന്നു നമുക്ക് തൽക്കാലം പറയാൻ പറ്റില്ല. മറ്റു രാജ്യങ്ങളും ചൈനയെ വിശ്വസിക്കാൻ ഇപ്പോൾ വിയറ്റ്നാമിനൊക്കെ സപ്പോർട്ടിന് സ്വീകരിച്ചിട്ടുണ്ട്. വിയറ്റ്നാമിന് അത് ബെനിഫിഷ്യൽ ആയിരുന്നു. കാര്യം ഈ ട്രേഡ് ചൈനീസ് കമ്പനികൾ പലതും വിയറ്റ്നാമിലേക്ക് മാറ്റിയിട്ട് അവിടുന്ന് കയറ്റി അയക്കുകയായിരുന്നു അമേരിക്കയിലേക്ക് ഉൽപ്പന്നങ്ങൾ. കഴിഞ്ഞ തവണ തുടങ്ങിയതാണ്. ട്രംപ് ആദ്യമേ ചൈനയുടെ മുകളിൽ ടാരിഫ് ഏർപ്പെടുത്തിയല്ലോ, കഴിഞ്ഞ തവണ വന്നപ്പോഴേ ഏർപ്പെടുത്തി. അത് ബൈഡൻ പിന്തുടരുകയും ചെയ്തു. ബൈഡൻ അത് പിൻവലിച്ചില്ല. അപ്പൊ അതുകൊണ്ട് അവരൊരു വഴിതിരിച്ചു വിട്ടതാണ്. അവരുടെ ചൈനയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് മാറ്റി. അപ്പൊ അതുകൊണ്ട് ആ ഒരു ടൈപ്പ് കാണും വിയറ്റ്നാമിന് മേലും. പക്ഷെ ഇപ്പൊ ട്രംപ് നികുതി ചുമത്തി. അപ്പൊ അതുകൊണ്ട് അത്രയും ബെനിഫിഷ്യൽ അല്ല ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ചൈനയ്ക്ക്. ഇപ്പോഴത്തെ ഈ ടാരിഫ് വിയറ്റ്നാമിനും ഉണ്ട്, ഇൻക്ലൂഡഡ് ആണ്. നമുക്കത് പക്ഷേ വലിയ ഗുണകരമാണ്. നമ്മൾ അതിന് തക്കവണ്ണമുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം, അത്രയും ഡെവലപ്പ് ചെയ്യണം, എങ്കിലേ നമുക്കത് പ്രയോജനപ്പെടുത്താൻ പറ്റൂ. ഇനി നമുക്ക് നേരെ പേഴ്സണൽ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, മാം തന്നെ പറഞ്ഞു 33 വർഷം ആയി മാധ്യമപ്രവർത്തനം, വളരെ ലോങ്. ഞാനിപ്പോഴാണ് അത് കണക്ക് കൂട്ടിയത്. പക്ഷെ അത്രയും നാൾ ഈ ഒരു 33 വർഷത്തിൻ്റെ ഇടയിൽ ഒരുപാട് മാധ്യമപ്രവർത്തകർക്ക് ഹേറ്റേഴ്സ് ഉണ്ട്. പക്ഷെ ഒരു ഹേറ്റർ പോലും ഇല്ലെന്ന് തപ്പി നോക്കി എവിടെയെങ്കിലും ഒരു ഹേറ്ററിനെങ്കിലും കിട്ടുന്നത് അങ്ങനെ ആണ്. അതേപോലെ ആ ഒരു എപ്പോഴാണോ എങ്ങനെയാണോ തുടങ്ങിയത്, ആ തുടങ്ങുന്നത് മുതൽ രൂപത്തിലും ശബ്ദത്തിലും മാറ്റില്ല. ഈ രീതിയിലാണ് അപ്രോച്ചിലാണ് പോകുന്നത്. എങ്ങനെ തോന്നുന്നു, എങ്ങനെ എൻജോയ് ചെയ്യുന്നതാണ് മലയാളികളുടെ മൊത്തത്തിലുള്ള സ്നേഹത്തെ? ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നോട് ഇങ്ങനെ ഒരാൾ പറയുമ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ആലോചിച്ചിട്ടില്ല. ഞാൻ ഈ വർഷങ്ങൾ കടന്നു പോകുന്നതിനെ പറ്റി ആലോചിച്ചിട്ടില്ല. അതൊരു ടെക്നിക്കാണ്. ആലോചിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിങ്ങനെ ഒരു പുറകോട്ട് നോക്കി വിലയിരുത്തലുകളോ ഒന്നും നടത്തിയിട്ടില്ല, കണക്ക് കൂട്ടലുകളോ ഒന്നുമില്ല എനിക്ക്. മുമ്പോട്ട് പോകാനായാലും
ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ ഈ ഒരു ഹേറ്റേഴ്സ് ഇല്ല എന്നുള്ളത് വലിയ കാര്യം. അത് ഞാൻ ശരിക്കും ഒരു വലിയ പോസിറ്റീവ് ഇതായിട്ട് എനിക്ക് ഇന്റർവ്യൂസിന്റെ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ താഴോട്ട് ചിലപ്പോൾ വായിച്ചു നോക്കും. ഇപ്പോൾ മുമ്പൊന്നും വായിച്ചു നോക്കാറുണ്ടല്ലോ കമന്റ്സ്, എങ്ങാനും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നറിയാം. ഞാൻ കണ്ടിട്ടില്ല, അത് വലിയ കാര്യം. ഫാൻസ് അസോസിയേഷൻ വരെ ഉണ്ട്. കാര്യമില്ല. അപ്പോൾ വർഷങ്ങൾ ഇത്രയും പോയി എന്നുള്ളതും ഈ പറയുന്ന പോലെ ആരെങ്കിലും പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഇത്രയും വർഷമായില്ലേ. എങ്ങനെ തുടങ്ങിയോ ആ ശബ്ദവും മുഖവും അതേപടി മെയിൻറ്റെയിൻ ചെയ്യുന്ന മാധ്യമപ്രവർത്തക എങ്ങനെ എൻജോയ് ചെയ്യുന്നു? മെയിൻറ്റെയിൻ ചെയ്യുന്നതല്ല, അത് അങ്ങനെ അങ്ങ് ആയതാണ്. എനിക്ക് ശബ്ദം പിന്നെ നമ്മൾ അങ്ങനെ ചേഞ്ച് ചെയ്യാറില്ല. ഞാൻ താങ്ക്ഫുള്ളാണ് അങ്ങനെയൊക്കെ ആയതിന്, ഹേറ്റേഴ്സ് ഇല്ലാത്തതിനും ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നതിനും. കണക്കുകൂട്ടലുകളൊന്നും ഇല്ലാതെയാണ് ഞാൻ എപ്പോഴും ജീവിച്ചിട്ടുള്ളത്. ഒരിക്കലും ഒരു ഇങ്ങനെ പോകണം, ഇങ്ങനെയൊക്കെ വേണം, എന്തെങ്കിലും ഒരു ആംബിഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. അതെൻ്റെ ഒരു ഡ്രോബാക്കാണ് ശരിക്കും പറഞ്ഞാൽ. അമ്മയൊക്കെ എന്നെ എപ്പോഴും വഴക്ക് പറയായിരുന്നു, ഇങ്ങനെ ഒരു ആംബിഷനും ഇല്ലാതെ ആയാലും ഇങ്ങനെ ഒരു കണക്കുകൂട്ടൽ വേണ്ടേ ജീവിതത്തിൽ. പക്ഷെ എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പം ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ, ഐ എം താങ്ക്ഫുൾ. ഫാൻസ് അസോസിയേഷൻ തുടങ്ങിയതൊക്കെ കണ്ടായിരുന്നു, ഫേസ്ബുക്ക് പേജ് കണ്ടിരുന്നു. പക്ഷെ എനിക്ക് ആരാന്നൊന്നും അറിയില്ല. ഒരുപാട് അംഗങ്ങളുണ്ട്, ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് അതിനകത്ത്. പക്ഷെ എത്ര ലളിതമായി വളരെ സിമ്പിളായിട്ട് ന്യൂസ് വായിക്കുന്നത്, അത് വളരെ ഒരു എക്സ്പ്ലോസീവായിട്ടല്ലാത്തൊരു ആളിന് ഇത്രയധികം ആരാധകരുണ്ടാകുന്നത് ശരിക്കും ഒരു പക്ഷേ സാധാരണ ഇതിൽ വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് കൂടുതൽ ആൾക്കാർ നോട്ട് ചെയ്യുന്നത്. അതെങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു ആദ്യമേ ആ ഒരു ദൂരദർശനിൽ ഞങ്ങൾക്ക് കിട്ടിയ ട്രെയിനിങ് ഇങ്ങനെയാണ്. കമ്പോസ്റ്റ് ആവുക, എക്സ്പ്രഷൻലെസ് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇൻവോൾവ്മെന്റ് കാണിക്കുക, അതിനകത്ത് നിങ്ങൾ ഇൻവോൾവ് ആകാതിരിക്കുക, കമ്മ്യൂണിക്കേറ്റ് എന്നുള്ളത് മാത്രമായിരുന്നു അവിടുന്ന്. അപ്പോൾ അതിലങ്ങ് ട്രെയിൻഡായി ഞാൻ അങ്ങനെ തന്നെ അങ്ങ് പോയി. ഇനിയിപ്പോൾ അത് മാറ്റിയെടുക്കാൻ വലിയ പാടാണ്. എനിക്കല്ലെങ്കിലും ഇങ്ങനെ എക്സ്പ്ലോസീവായിട്ട് വായിക്കാൻ പറ്റുകയില്ല. എനിക്ക് ശീലത്തിൻ്റെ ആയിരിക്കും ചിലപ്പോൾ എക്സ്പ്ലോസീവായിട്ട്. എനിക്ക് പിന്നെ ശബ്ദത്തിന് പ്രശ്നമുണ്ട്. ഞാൻ കൂടുതൽ ഉറക്കെ ശബ്ദം സംസാരിച്ചാൽ എൻ്റെ ശബ്ദം പോവും, കട്ടാവും. അപ്പം അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അല്ല അതുകൊണ്ടല്ല, പക്ഷെ എക്സ്ക്ലൂസീവായിട്ട് വായിക്കാൻ എനിക്കറിയില്ല. അത് അല്ലാതെ തന്നെ ഇങ്ങനെയൊക്കെ അതെനിക്ക് തോന്നുന്നു ഈ പണ്ടേ കണ്ട് ശീലിച്ചൊരു മുഖം ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു നൊസ്റ്റാൾജിക് ഇഷ്ടം കൂടിയായിരിക്കണം ഇത്. അല്ല, പക്ഷെ വളരെ സൈലന്റ് ആണെങ്കിലും ഗ്ലോബൽ പൊളിറ്റിക്സ് മാം പറയുന്നത് വളരെ കൃത്യമായ രീതിയിലാണ്. അതൊരു ഇവല്യൂഷനാണ് ശരിക്കും പറഞ്ഞാൽ. അത് ഏഷ്യനെത്തി വന്നതിന് ശേഷമാണ് അങ്ങനൊരു ഇത് ട്രൈ ഔട്ട് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയതും. ഇവിടെ വന്ന് കുറച്ച് നാൾ ഞാൻ ലോകജാലകം, ശരിക്കും ഇത് തുടങ്ങിയത് ലോകം പോയ വാരമായിട്ടാണ്. അത് നീലൻ സാറായിരുന്നു. ഞാൻ വരുമ്പോൾ നീലൻ സാറ് അത് വിട്ട് ആ ചുമതല മാറി വേറൊരു ചുമതലയിലേക്കായി. അപ്പം ബീന മന്മഥനായിരുന്നു ഇതിൻ്റെ ചുമതല. അപ്പം ഞാൻ ആങ്കറിങ് തുടങ്ങി. പിന്നെ ബീന ചേച്ചി അസിസ്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ എനിക്കിതിനോട് ഒരു താല്പര്യം കൂടി വന്നു. അതിനു മുമ്പ് സ്പേസിനോടായിരുന്നു കൂടുതൽ താല്പര്യം. സ്പേസ് ആയിരുന്നു കൂടുതൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനോട് താല്പര്യം വന്നു തുടങ്ങി. പിന്നെ അവസാനം ബീന ചേച്ചി രാജിവെച്ച് പോയപ്പോൾ പ്രോഗ്രാമിങ് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയി. സ്പേസിൻ്റെ കാര്യം മാം പറയുന്നത് സ്പേസ് എനിക്കിഷ്ടം. ഇപ്പം അങ്ങനെ ഫോളോ ചെയ്യുന്നില്ല, പക്ഷെ എന്നാലും എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു സ്പേസ്. ISRO എന്തോ 16 ഇയേഴ്സിൻ്റെ എന്തോ ഒരു ടൈമിൽ മാം ഒരു ന്യൂസ് അതിനെ പറ്റിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? 2-3 മിഷൻസിനെ കുറിച്ച് മാം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ ഒക്കേഷണലി വന്നു പോകുന്ന ചെറിയ ചെറിയ ഡ്യൂട്ടീസാണ്. ശരിക്കും നമ്മുടെ സ്പേസ് ഓറിയന്റഡ് വേറൊരാളുണ്ട് ഡെസ്കിൽ. അല്ല, പക്ഷേ മാമിനൊരു ബാരിയർ നിശ്ചയിക്കാൻ ഭയങ്കര പാടാണ്. നമ്മളിത് പ്രപഞ്ചവും കടന്ന് മുകളിലേക്ക് പോകുന്നത് തിരിച്ച് താഴോട്ട് വരുന്നു. അങ്ങനെയൊന്നുമില്ല. നാഷണൽ പൊളിറ്റിക്സിലാണ് താല്പര്യം. നാഷണൽ പൊളിറ്റിക്സിലാണ്, ഇന്റർനാഷണൽ പൊളിറ്റിക്സിലാണ്. ഇന്റർനാഷണൽ പൊളിറ്റിക്സിലേക്ക് കടക്കുന്ന സമയത്ത് മാമിനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു ഇന്റർനാഷണൽ ഇവന്റ് ഏതായിരിക്കും? അത് ഒരുപാട് ഇവന്റ്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഒലിച്ച ഒരു കാര്യം സിറിയൻ വാറും അവിടുത്തെ അഭയാർത്ഥികളുടെ പ്രശ്നങ്ങളും, പിന്നെ അവരെ ഈ ഓരോ രാജ്യങ്ങൾ ആദ്യം വെൽക്കം ചെയ്തവരൊക്കെ പിന്നെ അതിർത്തികൾ അടച്ചു തുടങ്ങിയതും. അപ്പോൾ അവർ അതിർത്തികളിൽ അതൊക്കെ ഭയങ്കര വിഷമിപ്പിക്കുന്ന സീൻസ് ആയിരുന്നു. ഇപ്പം ഹംഗറി ബോർഡർ അടച്ചു കളഞ്ഞു, പെട്ടെന്ന് ബോർഡർ അടച്ചു. അപ്പോൾ ഹംഗറിയുടെ ബോർഡറിൽ ഇങ്ങനെ ആൾക്കാർ വന്ന് കെട്ടിക്കിടന്നിട്ട് കുഞ്ഞുങ്ങളടക്കം ആ തണുപ്പത്ത്, നമ്മൾക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന തണുപ്പല്ലല്ലോ അവിടെയൊക്കെ. ആ തണുപ്പത്ത് കുട്ടികളടക്കം വന്ന് ഇങ്ങനെ ബോർഡറിൽ കാത്തു കിടക്കുന്ന അതൊക്കെ ഭയങ്കര വിഷമം തോന്നിച്ച ഒരുപാട് കൊല്ലപ്പെടുന്നു. കുട്ടികൾ ചെറിയ വോറിൻ്റെ ഇടയ്ക്ക് കൊല്ലപ്പെടുന്നു. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ സർവൈവ് ചെയ്യുന്നതിനേക്കാൾ ഭേദം, ഇങ്ങനെയൊക്കെ സർവൈവ് ചെയ്യുന്നതിനേക്കാൾ ഭേദം കൊല്ലപ്പെടുന്നതാണെന്ന് നമുക്ക് തോന്നും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ. ആ മരവിക്കുന്ന തണുപ്പത്ത് ഇങ്ങനെ വന്ന് കാത്തു കിടക്കുന്നത് അതൊക്കെ ഒരുപാട് ഒലിച്ച കാര്യങ്ങളാണ്. ഈ നമ്മളിപ്പോൾ അളകനന്ദ, ഭാഗീരഥി എന്നൊക്കെ പറയുമ്പോൾ ഈ ഇടിച്ചു കുത്തി വരുന്ന നദികളാണ്. ഈ പേരിൽ നേരെ ഓപ്പോസിറ്റ് ആണ് സ്വഭാവം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? അത് പറഞ്ഞിട്ടില്ല, പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ അളകനന്ദ എന്ന് പറയുന്ന നദി ഒരിക്കലും ഒരു ഗതി നിശ്ചയിക്കാൻ പറ്റാത്ത നദിയാന്ന് പറഞ്ഞിട്ട് പലപ്പോൾ പല വഴിമാറി ഒഴുകും.
അതുപോലെ പർവ്വത മേഖലയിൽ നിന്നാണ് വളരെ സ്വിഫ്റ്റ് ആയിട്ടുള്ള വളരെ സ്വിഫ്റ്റ് ആയിട്ടാണ്, കലങ്ങി മറിഞ്ഞാണ് കലങ്ങി പറഞ്ഞ. അതിന് നേരെ വിപരീതമാണ്. അതെന്താണോ ആവോ. ഈ പേരിൽ ഭയങ്കര വ്യത്യാസം. കാരണം പല ട്രിബ്യൂട്ടേഴ്സിന്റെ പേരിടുമെങ്കിലും അളകനന്ദയുടെ പേര് അങ്ങനെ ഉപയോഗിച്ച് കണ്ടിട്ടില്ല. അച്ഛൻ ഇട്ട പേരാണ്. അച്ഛൻ നോർത്ത് ഇന്ത്യയിൽ ഈ ഇതിനെപ്പറ്റിയൊക്കെ വായിച്ചറിഞ്ഞ്, അച്ഛൻ പോയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, എൻ്റെ ചെറുതിലെ അച്ഛൻ മരിച്ചു. അപ്പം അച്ഛനിട്ട പേരാണ്. അമ്മയ്ക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, പേര് അൺഫെമിലിയർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു, അയ്യോ ഇതാരും കേട്ടിട്ടില്ലാത്ത പേര്, പ്രൊനൗൺസ് ചെയ്യാൻ പാടുപെടും. അമ്മ ഇംഗ്ലീഷ് അധ്യാപികയായിരുന്നു, ആ പ്രൊനൗൺസ് ചെയ്യാൻ പാടുപെടും. അതുപോലെ ഞാൻ സ്കൂളിൽ ഒരുപാട് അനുഭവിച്ചു. സ്കൂളിൽ ആർക്കും അറിയില്ലായിരുന്നു പേര് പ്രൊനൗൺസ് ചെയ്യാൻ. ടീച്ചേഴ്സൊക്കെ പേര് പഠിച്ചു വരുമ്പോഴത്തേക്ക് ആ ഒരു വർഷം കഴിയും, പിന്നെ അടുത്ത ടീച്ചർ വരും, പിന്നെ അവരും പഠിച്ചു തുടങ്ങും. അവർക്കൊരു ടാസ്ക് ആയിരുന്നു, എനിക്കതൊരു ടാസ്ക് ആയിരുന്നു. ഞാൻ ഇന്ന് വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കും അമ്മയോട്, എനിക്ക് വേണ്ട ഈ പേര്. അപ്പോൾ അമ്മ പറയും സാരമില്ല, അച്ഛൻ നാളെ വരട്ടെ, അച്ഛൻ നാളെ വരുമ്പോൾ നാളെ രാവിലെ പോയി പേര് മാറ്റാന്നൊക്കെ പറയും, സമാധാനിപ്പിക്കും. പിന്നെ അതങ്ങ് ശീലമായി. പിന്നെ ഈ ഒരു പ്രൊഫഷനിൽ കയറി കഴിഞ്ഞപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ളതെന്ന് മാത്രമല്ല, പേര് ഫെമിലിയർ ആയി ആൾക്കാർ, ഉച്ചരിക്കാനുള്ള പ്രയാസം. പലരും ഒരു യുണീക്ക് ഐഡന്റിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പേര് വ്യത്യാസപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. അപ്പം പിന്നെ പേര് തന്നെ വ്യത്യാസപ്പെടുത്തേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് മാറ്റം വരുത്തേണ്ടി വന്നില്ല. ചേച്ചി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ മാധ്യമ പ്രവർത്തകയാകും? കാരണം ഇല്ല സ്കൂളിലൊക്കെ അസംബ്ലിയിലൊക്കെ വാർത്ത വായിക്കുന്ന ആൾക്കാരുണ്ട്. ഇല്ല, ഞാൻ അങ്ങനെ ഒരാളെ ആയിരുന്നില്ല. ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ, ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു. എനിക്ക് സ്റ്റേജിൽ കയറാനൊക്കെ മടിയായിരുന്നു. ഡാൻസ് പഠിച്ചിട്ടുണ്ട്, അന്നേ ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു, ഡാൻസിന് കയറും. പക്ഷെ അതല്ലാതെ ജനറലി ഒരു ക്രൗഡിനെ ഫേസ് ചെയ്ത് പ്രസംഗിക്കാനൊന്നും എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ പോയിട്ടുമില്ല, പറ്റുകയില്ലായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ ഈ പ്രൊഫഷനിൽ വന്നു പെട്ടത് ശരിക്കും പറഞ്ഞ ഒരു ഐറണിയാണ്. ഞാൻ MA പഠിക്കുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. ഐ പണിക്കർ സാറിൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു ഞങ്ങളൊക്കെ. അപ്പോൾ അവിടെ ഇങ്ങനെ സെമിനാറുകളും, ഡിപ്പാർട്ട്മെൻറ്റ് കാര്യവട്ടത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ സെമിനാറുകളൊക്കെ നടക്കുമ്പോൾ പേപ്പർ പ്രസൻറ്റേഷൻ കാണും. അങ്ങനെയൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കയറി വായിക്കുന്നത്, ഒരു ക്രൗഡിൻ്റെ മുമ്പിൽ, ഒരു സദസ്സിൻ്റെ മുമ്പിൽ. അപ്പോൾ അങ്ങനെ വായിക്കുമ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്സ് പറയുമായിരുന്നു, യു ഹാവ് എ നോ നോൺസെൻസ് വോയിസ് ആൻഡ് എൻ ആറ്റിറ്റ്യൂഡ്. അപ്പം നല്ലതായിരിക്കും. അന്ന് ദൂരദർശനാണല്ലോ, അപ്പം ദൂരദർശനിൽ വാർത്തയ്ക്ക് വായിക്കാൻ പോയാൽ, അന്നും ഞാനതങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. പക്ഷേ എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടി തന്നെ ഓൾ ഇന്ത്യ റേഡിയോയിൽ കിട്ടി അന്ന്. അപ്പോൾ അത് IAS എടുത്തു, അത് പോയി. അപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയിലായിരുന്നപ്പോൾ എന്നെക്കൊണ്ട് ഫോം ഒപ്പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയി. ഞാൻ താണ്ടായിട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞാനായിട്ട് ചെയ്യാൻ പോകും, ഞങ്ങൾ പഠിക്കുകയാണ്. അങ്ങനെ അത് കൊണ്ടുപോയി ബാക്കി ഫില്ല് ചെയ്ത് അവിടെ ഇട്ടു, വിളിച്ചു, കിട്ടി. ആക്സിഡന്റിലായിരുന്നു. ലാലേട്ടൻ ഇതേപോലെ ഒരു സമാനമായ അനുഭവം പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ ഫോട്ടോ ആദ്യം സുഹൃത്തുക്കളാണ് ആദ്യത്തെ ഓഡിഷന് പോകുമ്പം അയക്കുന്നത്. അതുപോലെ 2 മേഖലയിലെ സൂപ്പർ സ്റ്റാർസ്. അയ്യോ, കമ്പയർ ചെയ്യല്ലേ. അത്തരത്തിൽ പിന്നീട് കോളേജ് ചെല്ലുമ്പോഴാണ് മാമിന് തന്നെ സ്വന്തമായിട്ട് എപ്പോഴാണ് തോന്നി തുടങ്ങിയത്? ഇത് ഞാൻ അവിടെ ഇല്ല, കോളേജിൽ ചെല്ലുമ്പോഴേ എനിക്കങ്ങനൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയത് ഈ ദൂരദർശനിൽ ടെസ്റ്റിന് പോകുമ്പോൾ ഞാൻ കിട്ടുമെന്നും വിചാരിച്ചില്ല, പക്ഷെ കിട്ടി. മലയാളം വ്യക്തമായിട്ട് വായിക്കാൻ അറിയായിരുന്നു എനിക്ക് പണ്ട്. അത് ട്രെയിൻഡ് അല്ല, ശരിക്കും പറഞ്ഞാൽ ട്രെയിൻഡ് എന്ന് പറഞ്ഞാൽ ഇതിനായിട്ട് ട്രെയിൻ ചെയ്തതല്ല. എന്നെ പഠിപ്പിച്ചതേ അങ്ങനെയാണ്. അമ്മ ഇംഗ്ലീഷ് അധ്യാപികയായിരുന്നെങ്കിലും അമ്മ മലയാളവും ഇംഗ്ലീഷും വളരെ വ്യക്തമായിട്ട് പറയുന്ന കൂട്ടത്തിലായിരുന്നു. ഉച്ചാരണമൊക്കെ വളരെ കൃത്യമായിരുന്നു. എൻ്റെ അച്ഛനും അങ്ങനെയായിരുന്നു, അമ്മയുടെ അച്ഛനും അങ്ങനെയായിരുന്നു. അമ്മയുടെ അച്ഛനും കൂടിയാണ് എന്നെ വളർത്തിയത് ചെറുതിൽ. അപ്പോൾ പിന്നെ നല്ല ടീച്ചേഴ്സായിരുന്നു. അതുകൊണ്ട് മലയാളം വളരെ കൃത്യമായിട്ട് ഉച്ചരിക്കുമായിരുന്നു. അത് എനിക്ക് പലരും പറഞ്ഞിട്ടുണ്ട് എന്നോട്, മലയാളം ടീച്ചേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇയാൾ മലയാളം വായിക്കുന്നത് നന്നായിട്ടാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും വേണ്ടി വന്നില്ല. അല്ല, അങ്ങനെ ഒരു ശബ്ദം ഇങ്ങനെ മോൾഡ് ചെയ്തെടുത്തത് ദൂരദർശനിലാണ്. എന്നുവെച്ചാൽ നമ്മളോട് പറയുമായിരുന്നു, ഓരോ വായിച്ചു കഴിഞ്ഞിട്ടും വീട്ടിൽ പോയി റെക്കോർഡ് ചെയ്ത്, അന്ന് VCR ആണ്, മറ്റേ വലിയ പെട്ടി VCR ആണ്, റെക്കോർഡ് ചെയ്ത് കാണണം, എന്നിട്ട് സ്വന്തം തെറ്റുകൾ തിരിച്ചറിയണം, എന്നിട്ടത് കറക്റ്റ് ചെയ്യണം, ഞങ്ങൾ പറയുന്നത് കൂടാതെ. അന്നത്തെ VCR ഇപ്പോഴും ഉണ്ട്, പൊടി തട്ടി വെച്ചിട്ടുണ്ട്. കാസറ്റുകളും ഉണ്ട്, പക്ഷെ അത് വർക്ക് ചെയ്യുമെന്ന് അറിഞ്ഞൂടാ. അല്ല, ഒന്ന് പഴയ ശബ്ദമോ ഏതോ എന്തെങ്കിലും ഇട്ട് നോക്കണം എന്ന് പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ സമയം കിട്ടിയിട്ടില്ല. അല്ല, അതിപ്പോഴും റെക്കോർഡ്സ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. റെക്കോർഡ്സ് ഉണ്ട്, പക്ഷെ അത് വർക്ക് ചെയ്യുമെന്ന് അറിയില്ല, അത്രയും വർഷമായില്ലേ. അല്ല, അതൊന്നൊന്ന് ആരുടെങ്കിലും കൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയത്, കാരണം അതൊരു വളരെ വാല്യുബിൾ ആയിട്ടുള്ള നോക്കണം. ഇപ്പൊ തോന്നുന്നു അത് വാല്യുബിൾ ആണെന്ന്. കാരണം ഇത്രയധികം ആൾക്കാർ മീൻസ് ആ സമയത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ദൂരദർശന്റെ ഒരു
ഇതും കൂടിയാണല്ലോ, വാർത്തകളുടെ ഒരു ചരിത്രവും കൂടിയാണല്ലോ അല്ലേ? അതെ 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 വാർത്തകൾ. നമുക്ക് ഇപ്പം ദൂരദർശൻ വാർത്തകളിൽ നിന്ന് ഇന്നത്തെ വാർത്തയിലേക്ക് കടക്കുമ്പോൾ മാമിന് പ്രധാനമായിട്ട് എന്ത് വ്യത്യസ്തതയാണ് തോന്നുന്നത്? ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. റെവല്യൂഷണറി ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ദൂരദർശനിൽ വായിക്കുമ്പോൾ ഞങ്ങൾ മറ്റേ പേപ്പറിൽ ടൈപ്പ് ചെയ്ത് കിട്ടുന്നതാണ്, ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്ത് കിട്ടുന്നത്. ലാസ്റ്റ് മിനിറ്റ് കറക്ഷൻസ് ഒക്കെ പേന വെച്ച് എഴുതി, പിന്നെ അത് നോക്കി പഠിച്ചൊക്കെ ആയിരുന്നു വായിക്കുന്നത്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പ്രോംപ്റ്റർ എന്ന് പറയാവുന്ന അതിൻ്റെ ഒരു ആദ്യ രൂപം വന്നു. അതൊരു റിഫ്ലക്റ്റർ ക്യാമറ പോലെ മുകളിൽ വന്നിട്ട് അത് പേപ്പറിൽ നിന്ന് പിടിച്ചെടുത്ത് അത് പ്രോംപ്റ്ററിൽ വരുന്നൊരു സംവിധാനം. പക്ഷെ അത് നമ്മൾ പേപ്പർ ഇങ്ങനെ പാൻ ചെയ്ത് കൊടുക്കണം, ഫുൾ ലൈൻ അതിനകത്ത് വരില്ല, ചെറുതാണ്. പിന്നെ കറക്ഷൻസ് വരില്ല, പേന വെച്ച് തിരുത്തിയ കറക്ഷൻസ് ഒന്നും വരില്ല. അപ്പോൾ പേന വെച്ച് എവിടെയൊക്കെ തിരുത്തിയിട്ടുണ്ടെന്ന് നേരത്തെ ഓർത്ത് വെക്കണം. അപ്പോൾ ഇത് താഴോട്ട് നോക്കി അത് വേണം വായിക്കാൻ. അങ്ങനെ ഒരുപാട് വെല്ലുവിളികളാണ്. മഗപ്പ് ചെയ്യണം, മൊത്തം മഗപ്പ് ചെയ്യണം. ഇതുപോലെ ബുള്ളറ്റിൻസ് ഇല്ല ദൂരദർശനിൽ. ഒരു 2 ബുള്ളറ്റിൻ, ഞാനൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ 1 ബുള്ളറ്റിനേ ഉള്ളൂ, വൈകിട്ട് 1 ബുള്ളറ്റിനേ ഉള്ളൂ. അപ്പോൾ ഉച്ച തൊട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ്. ഇത് ലാസ്റ്റ് മിനിറ്റ് എല്ലാം മാറും, വാർത്തകൾ മാറും, പക്ഷെ എന്നാലും നമ്മളിതെല്ലാം അങ്ങ് ട്രെയിൻഡ് ആവുകയാണ് ആദ്യം. ഇത്രയും ഒരു ലോങ് ടൈമിന്റെ ഒരു വാർത്തയുടെ പ്രിപ്പറേഷനാണ് എടുക്കുന്നത്. ഇപ്പം വളരെ ചെറിയ സമയം കൊണ്ട് പ്രിപ്പറേഷൻ എന്ന് പറയാൻ ഒന്നും പറ്റത്തില്ല. അതെ, ജസ്റ്റ് കോപ്പി എഡിറ്റ് ചെയ്യുക, ജസ്റ്റ് പെട്ടെന്ന് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചേഞ്ചസ് വരും. അതെ 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 അതെ, ആ ചേഞ്ചും നമുക്ക് കാണാൻ പറ്റും. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേഞ്ചസ് വരും. അന്നൊക്കെ തിരുത്തണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പേന വെച്ചിട്ട്, പിന്നെ സൂര്യയിൽ വന്നപ്പോൾ പ്രോംപ്റ്ററായി. പക്ഷെ അപ്പോഴും തിരുത്തണം എന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ചെയ്ത സിസ്റ്റത്തിൽ പോയി അത് തിരുത്തണം, അതെടുത്ത് തിരുത്തണം, അല്ലാതെ വേറെ ഒന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതൊന്നും പറ്റില്ല. പിന്നെ ഇങ്ങനെ മാറ്റങ്ങളായി. ഏഷ്യനെറ്റിൽ വന്നപ്പോഴത്തേക്ക് ഈ വോയിസ് ഫീഡുകളായി, ഫോൺ വഴി റെസ്പോൺസ് എടുക്കലായി, പിന്നെ ലൈവ് ഗസ്റ്റുകളായി, പിന്നെ DSNG ആയി. ഇപ്പോൾ DSNG ഒന്നും വേണ്ടല്ലോ, ഒരു മൊബൈൽ മതിയല്ലോ വിഷ്വൽസ് കിട്ടാൻ. അന്നൊക്കെ KSRTC ബസ്സിലായിരുന്നു പണ്ട് വരുന്നത് വിഷ്വൽസ് ദൂരദർശനിലൊക്കെ. ദൂരദർശനിൽ അത് ഏഷ്യനെറ്റ് തുടങ്ങിയ കാലത്തും അങ്ങനെയായിരുന്നു. സ്ട്രിങ്ങേഴ്സ് ആയിരുന്നു എല്ലായിടത്തും ഉള്ളത്. വിഷ്വൽ എത്തിക്കാൻ പാടാണ്, വാർത്തകൾ എത്തിക്കാൻ പാടാണ്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ചെന്ന് നിന്നൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ, റേഞ്ച് ഉണ്ടെങ്കിൽ. എപ്പോഴെങ്കിലും റിപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട്? എവിടെയെങ്കിലും ചെന്നൊരു ന്യൂസ് റിപ്പോർട്ടിങ് എൻ്റെ ഒരു മേഖലയല്ല ശരിക്കും. റിപ്പോർട്ടിങ്ങിനായിട്ട് പോയിട്ടില്ല, പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ കവർ ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്. യൂത്ത് ഫെസ്റ്റിവൽ കവർ ചെയ്യാൻ പോയിട്ടുണ്ട്. പിന്നെ അല്ലാതെ എന്തോ 1-2 കാര്യങ്ങളൊക്കെ. ഞാൻ ജെറുസലേമിൽ പോയിരുന്നു, അപ്പോൾ അവിടുത്തെ ക്രിസ്മസ് സെലിബ്രേഷൻസ് കവർ ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ നിന്നൊരു കുറേ ടെലിയിനും അങ്ങനെയൊക്കെ കൊടുത്തു. അപ്പോഴീ ശബ്ദത്തിൻ്റെ പ്രശ്നം അങ്ങനെ ഭയങ്കരമായിട്ട് വരാറില്ലേ? ശബ്ദത്തിൻ്റെ കാരണം ഇത്രയും വലിയ ശബ്ദത്തിൽ പറയണമല്ലോ ഇതിനെ കവർ ചെയ്തു. ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ ശബ്ദം അവിടെ ഒരു വലിയ പ്രശ്നമാണ് ഏഷ്യനെറ്റിൽ. എല്ലാവരും ഓഡിയോയിൽ ഇരിക്കുന്നവരെല്ലാം പറയും, ചേച്ചി കുറച്ചുകൂടെ ഉറക്കെ പറയും, കേൾക്കാനില്ല. പിന്നെ ഞാൻ പറയുമ്പോൾ ഗെയിൻ കൂട്ടി വെക്കും. ഗെയിൻ കൂട്ടി വെച്ചിട്ട് കുഴപ്പമെന്ന് വെച്ചാൽ അവിടെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ ശ്വാസം എടുത്താൽ പോലും ഇതിൽ കൂടെ കയറി പോകും, പിടിച്ചെടുക്കും പെട്ടെന്ന്. അപ്പം ഞാൻ വാർത്ത വായിച്ചാൽ കംപ്ലീറ്റ് സൈലൻസ് വേണം, ഇല്ലെങ്കിൽ ആ ഒച്ച മുഴുവൻ എയറിൽ പോകും. ഇതിൽ കേൾക്കും. അപ്പം നമ്മൾ ഇപ്പോൾ ടെക്നിക്കൽ ചേഞ്ചസ് മാത്രമല്ലാതെ അവതരണ രീതിയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയയുടെ ഒരു സാന്നിധ്യം. ആ ഓൺലൈൻ മീഡിയയുടെ ഒരു സാന്നിധ്യം എങ്ങനെയാണ് നമ്മൾ സാറ്റലൈറ്റ് മീഡിയ? ഓൺലൈൻ മീഡിയ, മൊബൈൽ ഫോൺ കയ്യിലുള്ളവരെല്ലാം ജേർണലിസ്റ്റ് ആണ്. പക്ഷേ ഓൺലൈൻ മീഡിയക്ക് അങ്ങനെയുള്ള ഈ റിപ്പോർട്ടിങ്ങിന്, അതായത് ഇപ്പം നമ്മൾ അടുത്തിടയ്ക്ക് കണ്ടു ഒരു ആക്ട്രസിനോട് എന്തോ ചോദ്യം ചോദിച്ചു ഉത്തരം പറയാതിരുന്നപ്പോൾ, അറിയാമോ ഞങ്ങൾ മീഡിയ ആണ് എന്ന് പറയുന്ന ഒരു, അവരത് ത്രട്ടൻ ചെയ്യുന്ന പോലെ അവരത് പിന്നെ പലയിടത്തും പറയാം മീഡിയ ആണെങ്കിൽ എന്താ. പക്ഷെ അങ്ങനെ ആ ഒരു മീഡിയ എന്നുള്ള ക്ലാസിഫിക്കേഷൻ്റെ കീഴിൽ ഇതെല്ലാം വരുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാര്യം മെയിൻ സ്ട്രീം മീഡിയ നമ്മളാരും അങ്ങനെ പെരുമാറുന്നവരല്ല. ഈ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസും അങ്ങനെ ചെയ്യുന്നവരല്ല. അതല്ലാതെ ഈ ചെറിയ ചെറിയ സംവിധാനങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഒറ്റയ്ക്കൊരാൾ, അവരുടെ എത്തിക്സാണ്, അവരെ നിയന്ത്രിക്കാൻ ആരുമില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഒരു സ്ഥാപനത്തിലാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ജനറൽ എത്തിക്സ് ഉണ്ട്, ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, ഒരു കോഡുണ്ട്, ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട്. പക്ഷേ ഒരു അനിയന്ത്രിതമായി പോകുന്നു പലതും എന്നൊരു നെഗറ്റീവ് സൈഡ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പലപ്പോഴും നല്ല ഒരുപാട് തോന്നാറുണ്ട്. പിന്നെ അതിൽ പലപ്പോഴും ഈ ഓൺലൈൻ മീഡിയയിൽ ചിലതിലൊക്കെ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഒരു നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത പേരുകളൊക്കെ വന്നിട്ട് ഈ ചില വാർത്തകൾ റിപ്പോർട്ട് ചെയ്യും. പക്ഷെ അതിലൊന്നും ഒരു വാസ്തവവും ഉണ്ടാവില്ല. കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ യങ്സ്റ്റേഴ്സ് മുഴുവൻ ഇത് മഗപ്പ് ചെയ്തിട്ട് അവർക്ക്, അല്ലാതെ ടെലിവിഷനൊക്കെ അവർക്ക് ഇപ്പം അന്യമാണല്ലോ. അല്ലാതെ പഴയ മഞ്ഞപത്രത്തിന്റെ റോൾ ഇപ്പോൾ ഓൺലൈൻ മീഡിയ എടുക്കുന്നതായിട്ട് തോന്നുന്നു. പേപ്പറസി ഒരു വിഭാഗമുണ്ട്, അങ്ങനെയുള്ള വാർത്തകളും വഴിതെറ്റിക്കുന്നു.
അങ്ങനെയുള്ള അവരുടെ പ്രിൻസിപ്പിൾസ് ഇല്ലായ്മയും വഴിതെറ്റിക്കുന്നു. അല്ലാതെ ഈ സാറ്റലൈറ്റ് മീഡിയയിൽ ചിലപ്പോഴെങ്കിലും അവതാരകർ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടോ അവരുടെ ഒരു ഹാർഷായിട്ട് പെരുമാറുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ഇൻഫ്ലുവൻസ് ആണോ? അതിപ്പോഴത്തെ ഒരു ട്രെൻഡല്ലേ. ഞാനിതിങ്ങനെ മാറി നിന്ന് കാണുമ്പോൾ ഞാൻ വിചാരിക്കും എനിക്കൊരിക്കലും ആ ട്രെൻഡിലേക്ക് വരാൻ പറ്റില്ല. പക്ഷെ ഞാൻ ആസ് എ വ്യൂവർ ഞാൻ കാണുമ്പോൾ ഞാൻ വിചാരിക്കും അത് ഓൺലൈൻ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നാച്ചുറലി ഇവോൾവ് ചെയ്ത് വന്നൊരു സംഭവമാണ്. അഗ്രസീവ് ആയാലാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ഉത്തരങ്ങൾ കിട്ടുക. പക്ഷെ മറ്റൊരാളുടെ ഒരു ബേസിക് റൈറ്റ് ഉണ്ടല്ലോ, അയാൾ എന്തു പറയണം എന്നതിനെക്കുറിച്ചുള്ളൊരു ബേസിക് റൈറ്റ്. ആ ബേസിക് റൈറ്റ് നമ്മൾ ഫ്രീ സ്പീച്ചിനൊരു ഒരു 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 ബോർഡർ ഉണ്ടാവില്ല. ആ ബോർഡറിനെ മറികടന്ന് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ പ്രതികരിക്കണം എന്ന അവസ്ഥയിലേക്ക് മാറുമ്പോൾ അങ്ങനെയുണ്ടോ? അത് ശ്രദ്ധയിൽപ്പെടുന്നതായിട്ട് പലരും പല ഭാഗത്തുനിന്നായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പറയാറുണ്ട്, ശരിയാണ്. ഫ്രാങ്ക്ലി സ്പീക്കിംഗ് എനിക്കറിയില്ല. അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല എന്നല്ല, ഞാൻ കാണുന്നതാണ് ഇതൊക്കെ. പക്ഷേ അത് അങ്ങനെ ഒരു റിവല്യൂഷൻ ഇത് ഈ ഫീൽഡിൽ ഉണ്ടാവുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. നമ്മൾ ട്രെയിൻഡ് ആയിട്ടുള്ളത് വേറൊരു കാര്യമാണ്. എനിക്കിതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞൊരു അത്ഭുതമാണ് ഇങ്ങനെ ഒരു അഗ്രസീവ് ബിഹേവിയർ വരുമ്പോൾ. പക്ഷെ അത് കൂടുതൽ കൂടുതൽ അഗ്രസീവ് ആയിക്കൊണ്ടിരിക്കുക. ജനങ്ങളുടെ ഒരു താല്പര്യം ഉണ്ട് അതിൽ. അതാണ് അതിനകത്തെ ഏറ്റവും വലിയ, അതായത് പ്രോംപ്റ്റ് ചെയ്യുന്നത് അതാണ്. ഒരുപാട് നല്ല റെസ്പോൺസുകളാണ് അതിന് വരുന്നത്. അങ്ങനെ ചോദിച്ചത് നന്നായി, അത് വേണം, അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് വേണം എന്ന് പറയുന്നവർ ഒരുപാട് പേരുണ്ട്. ഞാൻ പറഞ്ഞ പബ്ലിക്. അപ്പോൾ അതും കൂടാണ് ഇത് എൻകറേജ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഇത് വേണ്ട എന്ന് ജനം തീരുമാനിച്ചാൽ തീർന്നില്ല. പക്ഷെ ജനങ്ങൾ ഇത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്.